ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം, കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 42-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ദാഹം ആരോടാണെന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നു. കർത്താവിനോടുള്ള അടങ്ങാത്ത ദാഹം, തീരാത്ത ആഗ്രഹം, ഇതായിരുന്നു ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന അടിസ്ഥാനം. നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള നിരന്തരമായ ഒരു ദാഹം നമുക്കുണ്ടാവണം. കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, നമ്മുടെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എല്ലാം നിയന്ത്രിക്കപ്പെടുവാൻ നമ്മൾ തീവ്രതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ വചനത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പ്രാർത്ഥനയുടെ ആത്മാവായി ഉപവാസത്തിന്റെ അരൂപിയായി ഞങ്ങളിൽ നിറയണമേ. കർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പ്രാപ്തമാക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അനേകം കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ തീയായി വരണമേ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ആദിമ സഭയിൽ വെളിപ്പെട്ട അഭിഷേക ഉണർവ് നമ്മളായിരിക്കുന്ന നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിലെല്ലാം ശക്തിയോടെ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുക. ആത്മീയ മന്ദത, വിശ്വാസ ക്ഷയം, പല ദൈവിക കാര്യങ്ങളോടുള്ള നമ്മുടെ നിസ്സംഗതകളെല്ലാം വിട്ടുമാറി ആത്മാവിൽ ഉണർവുള്ളവരാകാൻ നമ്മൾ ഒന്നുചേർന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ ഉണർവ്, പുതിയ അഭിഷേകം, പുതിയ പെന്തക്കോസ്ത സഭയ്ക്ക് നൽകണമേ. പ്രാർത്ഥിച്ച് കരമടിച്ച് പാടുന്നു. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആമേൻ, ആമേൻ. വലിയ ആഗ്രഹത്തോടെ ആത്മാവേ, റൂഹായേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കർത്താവേ, അധികമായ ബലം നൽകണമേ. പാപബന്ധനങ്ങളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മാനസാന്തരങ്ങൾ, ആത്മാവിന്റെ പ്രവൃത്തികളെല്ലാം വെളിപ്പെടട്ടെ കർത്താവേ. ആദിയിൽ എന്ന പോൽ ആത്മാവേ അധിക ബലം തരണേ. ഹോളി സ്പിരിറ്റ് അനോയിന്റ്, അധിക ബലം തന്ന്, അധിക കൃപ തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ശക്തി പകർന്നിടണേ. കൃപകൾ നൽകണമേ.
ഹോളി സ്പിരിറ്റ് കാലഘട്ടത്തിന് ആവശ്യമായ കൃപകൾ വചനം നൽകണമേ. പരിശുദ്ധാത്മാവേ വചനം 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 നൽകണമേ. കരങ്ങൾ ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിൽ ഇരുമ്പലോടെ നമ്മുടെ മധ്യയുള്ള പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം തുറന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, സഭയുടെ ആത്മാവേ, വചനത്തിന്റെ ആത്മാവേ, മഹത്വത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ഉണർവിന്റെ ആത്മാവേ, പ്രാർത്ഥനയുടെ ആത്മാവേ, മാനസാന്തരത്തിന്റെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, അറിവിന്റെ ആത്മാവേ, ദൈവഭയത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ തീ പോലെ പടരണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികളെ, അന്ധകാര ശക്തികളെ, തിന്മയുടെ ശക്തികളെ, ശാപശക്തികളെ, എല്ലാവിധ പൈശാചിക ആധിപത്യ ശക്തികളെ ആത്മാവേ തകർത്തു കളയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ ജനത്തിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. കൃപയുടെ അരൂപിയായി, കൃപയുടെ ആത്മാവായി ആയിരങ്ങളിൽ കത്തി കത്തി പടരണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളെ സന്ദർശിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ പ്രവചനങ്ങൾ നൽകണമേ. ദൈവിക വെളിപാടുകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ വഴിവിട്ട് ലോകത്തിന്റെ ഗതിയിൽ ഞങ്ങൾ താണു പോകാതിരിക്കാൻ ദൈവിക ജ്ഞാനത്താൽ പരിശുദ്ധാത്മാവേ നിരന്തരം ഞങ്ങളെ നയിക്കണമേ. സ്പിരിറ്റ്, സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക കൃപകളാലെ ഞങ്ങളേവരെയും സമ്പന്നമാക്കണമേ. Anoint us, anoint us. Holy Spirit, anoint us. അമ്മ മാതാവേ, കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെയും അരൂപിയിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ആത്മശക്തിയാൽ നിറയ്ക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, മാറ്റങ്ങൾ ദൈവം ചെയ്യും. ഉപവസിച്ച് പ്രാർത്ഥിക്കുക, മാറ്റങ്ങൾ ദൈവം ചെയ്യും. കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഈ ദിനങ്ങളുടെ പ്രാധാന്യത മനസ്സിലാക്കി നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും പരിത്യാഗ ചൈതന്യത്തിലേക്കും കടന്നു വരിക എന്നുള്ളത് മറ്റേത് നാളുകളേക്കാൾ ഈ ദിനങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും വലിയ പവറുണ്ടെന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. പ്രാർത്ഥനയാൽ യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. അസാധ്യതകളെ സാധ്യതകളാക്കുന്ന നമ്മുടെ കർത്താവ് പ്രാർത്ഥനയിലൂടെ ദൈവീക പദ്ധതികളോട് നാം സഹകരിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ സഭയിലും ലോകത്തിലും പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവിന് കഴിയും. തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ നാളുകളിൽ കർത്താവിനെ സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതിന് നാം ചെയ്യേണ്ടത് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെയും കർത്താവിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 2-ാം തിരുവചനം. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും
ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അന്ത്യോക്യയിലെ സഭയിലെ ശ്രേഷ്ഠന്മാരെ അവരൊരുമിച്ച് കൂടി കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും കർത്താവിനെ ശുശ്രൂഷിച്ച് അവർ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ആ സഭ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ എപ്പോഴെല്ലാം ഒരുമിച്ച് കർത്താവിൻ്റെ ആലോചനകൾക്ക് വേണ്ടി തീവ്രതയോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവോ ആ പ്രാർത്ഥനയെ സ്വർഗം നിരസിക്കുകയില്ല. അന്ത്യോക്യയിലെ സഭാ ശ്രേഷ്ഠന്മാര് അവർ ചെയ്യേണ്ട ദൗത്യങ്ങളെ കുറിച്ച് കർത്താവിനോട് ആലോചന ചോദിക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ആരെയാണ് അയക്കേണ്ടത്? ഞങ്ങൾ എപ്രകാരമാണ് ഈ നാളുകളിൽ മുന്നോട്ട് പോകേണ്ടത്? കർത്താവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടി അവർ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ദൂത് അവർ അറിയിക്കുകയാണ്. ഉപവാസത്തിൻ്റെ പവർ. അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. ആത്മാവിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതങ്ങളിൽ കേൾക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ മിനിസ്ട്രികളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്കുണ്ടാകണം. എന്ത് സംവിധാനം? ആ അന്ത്യോക്യയിലെ സഭയിലെ ശ്രേഷ്ഠന്മാർ ചെയ്തതുപോലെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിനെ ശുശ്രൂഷ ചെയ്തും അവിടുത്തെ ആരാധിച്ചു കൊണ്ടിരിക്കെ ആത്മാവ് അവർക്കാവശ്യമായ ദൈവീക ദൂതുകൾ നൽകുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 13:3 പറയാ, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം സാവൂളിൻ്റെയും ബർന്നബാസിൻ്റെയും ശിരസിൽ കരങ്ങൾ വെച്ച് കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി അവരെ പറഞ്ഞയക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ അരൂപി അവരെ നിയന്ത്രിക്കുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദിമ സഭ പ്രാർത്ഥനയുടെ സഭയായിരുന്നു. ആദിമ സഭയിലെ വിശ്വാസികള് ഉപവാസത്തിൻ്റെ ശക്തി അനുഭവിച്ചവരായിരുന്നു. പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ അരൂപിയിൽ കത്തിജ്വലിച്ച സഭാ കൂട്ടായ്മയായിരുന്നു ആദിമ സഭ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാൽ സഭയെ നയിച്ചു. അടിസ്ഥാന മാനസാന്തരങ്ങൾ ഉണ്ടായി. പൈശാചിക കോട്ടകൾ തകർന്നു വീണു. കഠിന ഹൃദയങ്ങൾ വചനത്തിനായി തുറക്കപ്പെട്ടു. ദേശദേശാന്തരങ്ങളിൽ സുവിശേഷത്തിന്റെ തീ പടർന്നു. പൈശാചിക അടിസ്ഥാനങ്ങളെല്ലാം പൊട്ടിപ്പോവുകയാണ്. ബുദ്ധിക്കതീതമായ വിധത്തിൽ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളാൽ സഭ തഴച്ചു വളർന്നു. ഹല്ലേലൂയ. ഇതിനെല്ലാം ഒരു അടിസ്ഥാനം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മർമ്മം അറിഞ്ഞവരായിരുന്നു ആദിമ സഭയിലെ വിശ്വാസികൾ. ഇന്ന് കർത്താവ് നമ്മെ വിളിക്കുകയാണ് ഈ ചൈതന്യത്തിലേക്ക്. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് ഈ ഒരു അഭിഷേക നിറവിലേക്കാണ്. ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ദൈവമാറ്റങ്ങൾ ചെയ്യും. സഭയിൽ വേണ്ട മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. രാജ്യങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് നിർവഹിക്കും. വ്യക്തികളിൽ സംഭവിക്കേണ്ട മാറ്റങ്ങളെ പരിശുദ്ധാത്മാവ് ആ വ്യക്തികളിൽ ചില ക്രിയകൾ, ചില പ്രവൃത്തികൾ ചെയ്ത് അവർ രൂപാന്തരത്തിലേക്ക് നയിക്കും. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ സ്വർഗത്തിൻ്റെ പദ്ധതികളോട് നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ് ഈ നാളുകളിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:23 കാണുന്നുണ്ട്. സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പൗലോസും തൻ്റെ കൂടെയുള്ള മറ്റ് മിഷണറിമാർ അവരെന്താ ചെയ്തത്? പ്രാർത്ഥിച്ചും ഉപവസിച്ചും തങ്ങൾ വിശ്വസിച്ച കർത്താവിനെ അവരെ സമർപ്പിക്കുക. ആ സഭാ ശ്രേഷ്ഠന്മാരെ
കർത്താവിനായി സമർപ്പിക്കുകയാണ്. എങ്ങനെയാ സമർപ്പിച്ചത്? പ്രാർത്ഥനയാൽ, ഉപവാസത്താലും. അപ്പൊ വിശുദ്ധ പൗലോസ് സഭാ ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആലോചനയിൽ സഭയെ നയിക്കാൻ, കർത്താവിൻ്റെ വചനത്തിൽ സഭയെ വളർത്താൻ, ജനത്തെ പ്രതിയുള്ള, ജനത്തിൻ്റെ ആത്മരക്ഷയെ പ്രതിയുള്ള ആത്മഭാരത്താൽ സഭാ ശ്രേഷ്ഠന്മാർ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൽ സഭയെ പരിപാലിക്കുവാൻ, ഈ ഒരു കൃപകളൊക്കെ ഇവരിൽ നിറയാൻ വേണ്ടി വിശുദ്ധ പൗലോസും കൂട്ടരും പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവർ കർത്താവിനായി ശ്രേഷ്ഠന്മാരെ സമർപ്പിക്കുകയാണ്. എത്ര മനോഹരമായൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. ലോകത്തിനു വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, ക്ഷയിച്ചു പോകുന്ന വിശ്വാസത്യാഗികളായ ആത്മാക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ ഇതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായി നമ്മൾ തയ്യാറാകുമ്പോൾ മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മൾ ഉപവസിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? എന്താ ഹോളി സ്പിരിറ്റ് ചെയ്യുന്നത്? ഒന്നാമതായി കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നമ്മൾ ഉപവസിക്കണം. കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ, കർത്താവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആത്മാവിൽ വിവേചിക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത ദിവസം സക്രിയ പ്രവചനം വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വചനം പ്രത്യേകമായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സക്രിയ പ്രവചനം 7-ാം അധ്യായം 5-ാം വചനത്തിലാണ്. ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും തൻ്റെ പുരോഹിതന്മാരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്രവാചകനോട് കർത്താവ് പറയും, സക്രിയ, എൻ്റെ ജനത്തോടും പുരോഹിതന്മാരോടും നീ പറയുക, ഈ 70 വർഷം 70 years 70 വർഷം 5-ാം മാസത്തിലും 7-ാം മാസത്തിലും വിലാപവും ഉപവാസവും ഇവർ ആചരിച്ചത് എനിക്ക് വേണ്ടി തന്നെ ആയിരുന്നുവെന്ന് നീ അവരോട് ചോദിക്കുക. ഭയങ്കരമായൊരു ചോദ്യ കർത്താവ് ചോദിക്കണേ. നിങ്ങളുടെ ഉപവാസം എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ പദ്ധതികൾ നിറവേറപ്പെടുവാൻ വേണ്ടിയായിരുന്നു. അത് കുടുംബങ്ങളിലാകാം, സഭയിലാകാം, ലോകരാജ്യങ്ങളിലാകാം. എൻ്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാകാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ ഉപവസിച്ചത്. ഇന്ന് ഈ ചോദ്യം നമ്മുടെ കർത്താവ് ചോദിക്കണേ. നമ്മൾ എന്തിനു വേണ്ടി ഉപവസിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഉപവസിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഭൗതികമായ നന്മകൾ അതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ അതിൽ മാത്രം നമ്മുടെ ഉപവാസം ഒതുങ്ങി പോകരുത്. IELTS പാസ്സാവാൻ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ, സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടാകാൻ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ, അല്ലെങ്കിൽ മറ്റു പല ഭൗതിക നന്മകളും കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഉപവസിക്കുന്നുണ്ട്. കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ ഉപവാസം എനിക്ക് വേണ്ടിയാണോ അതോ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ? ഈ ചോദ്യം നമ്മുടെ ചങ്കിലേക്ക് തുളച്ചു കയറണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഈ വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ എന്തിനു വേണ്ടിയാണ് ഉപവസിക്കുന്നത്? സ്വർഗത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണോ? സ്വർഗം അനുഭവിക്കുന്ന വേദനകൾക്ക് വേണ്ടിയാണോ? നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണോ? കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ? വിശ്വാസത്യാഗികളായ ആത്മാക്കളിൽ വീണ്ടും വിശ്വാസത്തിൻ്റെ തീ പടരുവാൻ വേണ്ടിയാണോ? ഈശോയേ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഉപവസിക്കുന്നത്? നമ്മുടെ ചില മനോഭാവങ്ങൾ മാറ്റണമെന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. നാം കർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ. കാരണം നമ്മളെക്കാളും നമ്മുടെ ആവശ്യം അറിയുന്നവനല്ലേ നമ്മുടെ ഈശോ. എന്തുമാത്രം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഉപവസിക്കണം. സ്വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനു വേണ്ടി. അതുകൊണ്ട് അമ്മ മാതാവ് ലോകത്തിന് പല ദിക്കുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ മാതാവിന് എന്താ പറയാനുള്ളത്?
മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. എല്ലാവരും ചേർന്ന് പാടി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി നമ്മൾ എന്ത് ചെയ്യാനാണ് സ്വർഗം ആവശ്യപ്പെടുന്നത്? പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പാപിക്കായി പ്രാർത്ഥിപ്പിൻ. സ്വർഗത്തിന്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ ഭൗതികമായ എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഉപവസിക്കണം. രണ്ടാമത് എന്താ ദൈവത്തിന് അരൂപി നമ്മോട് പറയുന്നത്? നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലുള്ള ആത്മശക്തി വർദ്ധിക്കുകയാണ്. സ്പിരിച്വൽ പവർ ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. ഈ ദുഷിച്ച തലമുറയിലെ, പാപം നിറഞ്ഞ ഈ കാലഘട്ടത്തിലെ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ആത്മാവായി നമുക്ക് മാറണമെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളെയെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിലും പരസ്പരമുള്ള സ്നേഹത്തിലും നാം ഒന്നിച്ച് കൃപയിൽ വളരണമെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ പവർ വർദ്ധിച്ചേ മതിയാകൂ. നമ്മളിന്ന് പലപ്പോഴും തളർന്നു പോകുന്നു, കൃപയിൽ വീണു പോകുന്നു, പ്രലോഭനങ്ങൾ അകപ്പെട്ടു പോകുന്നു. ഇതിന് കാരണം നമുക്ക് വേണ്ട വിധം ആത്മശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഉപവസിച്ച് നാം ദൈവിക പദ്ധതിയോടെ സഹകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലുള്ള സ്പിരിച്വൽ പവർ, നമ്മിലുള്ള ആത്മശക്തി ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. അതിന് വലിയ ഉദാഹരണമാണ് നമ്മുടെ കർത്താവ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വചനത്തിൽ 40 ദിനങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോ ഗലീലയിലേക്ക് മടങ്ങിപ്പോവാണ്. പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്, ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ അവൻ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ! ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഒരു വലിയ ആത്മീയ ശക്തി കർത്താവ് സ്വന്തമാക്കുക. ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈശോ ഒരു മാതൃക കാണിച്ചു തരികയാണ്. നമ്മൾ ഇതുപോലെ ഉപവസിച്ച് ആത്മശക്തിക്കായി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലുള്ള സ്പിരിച്വൽ പവർ ഇൻക്രീസ് ചെയ്യപ്പെടും. പാപത്തിൻ്റെ മേൽ, തിന്മയുടെ മേൽ, മ്ലേച്ഛതയുടെ മേൽ ചവിട്ടി നടക്കുവാനുള്ള ഒരു അധികാര നിറവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഉയർത്തും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമുക്കത് ആവശ്യമാണ്. നമുക്ക് വേണ്ട വിധം ശക്തിയില്ലാത്തതാണ് നമ്മുടെ തളർച്ചയ്ക്കും മന്ദീഭവതയ്ക്കും നിസ്സംഗതയ്ക്കും മടുപ്പിനും നമ്മളിന്ന് അനുഭവിക്കുന്ന അനേകം പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണമെന്ന് നമ്മൾ മറന്നു പോകരുത്. ആത്മശക്തി പ്രാപിക്കുക. ദൈവം മാറ്റങ്ങൾ ചെയ്യും. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉപവാസ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികളോട് നമ്മൾ സഹകരിക്കുമ്പോൾ ഡെലിവറൻസുകൾ വെളിപ്പെടുകയാണ്. വ്യക്തികളിൽ ഡെലിവറൻസുകൾ ഉണ്ടാകും, സമൂഹങ്ങളിൽ ഡെലിവറൻസുകൾ ഉണ്ടാകും, സഭയോടുള്ള ബന്ധത്തിൽ ഡെലിവറൻസുകൾ സംഭവിക്കും, ലോകരാജ്യങ്ങൾക്ക് ഡെലിവറൻസ് ഉണ്ടാകും. അവിടെ മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരും. നമ്മൾ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വലിയ ഡെലിവറൻസുകൾ സംഭവിക്കും. എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വചനത്തിലാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റു പല വെർഷനിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫുഡ് നോട്ട് നോക്കണം നിങ്ങൾ. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമല്ലാതെ ഇത്തരം വർഗങ്ങൾ പുറത്തു പോവുകയില്ല. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ശക്തിയുണ്ട്. ഇത് നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനമാണ്. ഈശോ ഇത് പഠിപ്പിച്ചിരിക്കണേ. ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളിലുള്ള പൈശാചിക പീഡകൾ വിട്ടുപോരി ആ വ്യക്തി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയും. എത്ര അനുഭവങ്ങളുണ്ട്. മദ്യപാനത്തിൻ്റെ, മ്ലേച്ഛതയുടെ,
വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, ദുർമോഹങ്ങളുടെ ആ പീഡകൾ വിട്ടുമാറി ആ വ്യക്തി ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടുന്ന എത്രയെത്രയോ അനുഭവങ്ങൾ. അപ്പോൾ വ്യക്തികൾക്ക് ഡെലിവറൻസ് ഉണ്ടാകും. ചില കുടുംബങ്ങളിൽ നിരന്തരമായ കലഹങ്ങൾ, അസ്വസ്ഥതകൾ, സമാധാനമില്ല, ആനന്ദമില്ല, അടിപിടികൾ, ചീത്തവിളികൾ, തെറിവാക്കുകൾ, കുടുംബാന്തരീക്ഷം മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്തൃസന്നിധിയിൽ താഴ്മയോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരുന്നു, പരിശുദ്ധാത്മ തീ പടരുന്നു, പൈശാചിക അടിസ്ഥാനങ്ങൾ പൊട്ടുന്നു. ആ കുടുംബങ്ങൾ കർത്താവായ യേശുവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കുവാൻ സ്വർഗം ഇടവരുത്തുന്നു. ഡെലിവറൻസുകളുണ്ട്. ഇതെപ്പോഴാണ് സംഭവിക്കണേ? നമ്മൾ കർത്താവിൻ്റെ പദ്ധതികളോട് സഹകരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവാണ് മാറ്റങ്ങൾ ചെയ്യുന്നത്. കുടുംബങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും, രാജ്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ രാജ്യങ്ങളിൽ, ജനതകളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, സമൂഹങ്ങളിൽ, സഭയോടുള്ള ബന്ധത്തിലെല്ലാം ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു. പല കൂട്ടായ്മകൾക്ക് ഇന്ന് ഡെലിവറൻസ് ആവശ്യമുണ്ട്. പല സമർപ്പിത സമൂഹങ്ങൾക്ക് ഡെലിവറൻസ് ആവശ്യമുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത സിസ്റ്റേഴ്സ്, വചനം വായിച്ച് ധ്യാനിച്ച് വചനത്തിൻ്റെ കൃപയിൽ വളരാൻ പറ്റാത്തവരെ, അങ്ങനെയുള്ള ദമ്പതിമാരുണ്ട്, അങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട വന്യ വൈദികരുണ്ട്. ഇവിടെയെല്ലാം ഒരു ഡെലിവറൻസ് വേണം. ഉപദേശം കൊണ്ടൊന്നും ഈ പീഡ വിട്ടുമാറില്ല. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുക തന്നെ വേണം. ഇങ്ങനെ ശക്തി പുറപ്പെടുന്നത് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. മാറ്റങ്ങൾ ദൈവം ചെയ്യും. അവസാനമായി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ തേജസ് കൊണ്ട് നിറയപ്പെടുക. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും, പ്രതിഫലിക്കാൻ തുടങ്ങും. ഒപ്പം ദൈവിക വെളിപാടുകൾ നമുക്ക് ലഭിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ 40 രാവും പകലും മോശ സീനായ് മലയിൽ കർത്താവുമായി ചെലവഴിക്കുകയാണ്. എന്നാ ഒരു അനുഭവമാണ്! 40 days കർത്താവുമായി മോശ ചെലവഴിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? മോശയുടെ മുഖം പ്രകാശിക്കുകയാണ്, ദൈവ തേജസ് കൊണ്ട് പ്രകാശിക്കുകയാണ്. കർത്താവിൻ്റെ ഗ്ലോറി മോശയുടെ മേൽ ഇറങ്ങി വരുന്നു. ജനത്തിന് നോക്കാൻ കഴിയാത്ത വിധം അത്രയും ശോഭയുള്ളതായി മാറി. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രസൻസ് നമ്മളിൽ നിറയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിറയുമ്പോൾ തന്നെ തിന്മയുടെ, അശുദ്ധിയുടെ, സംശയത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ, മ്ലേച്ഛതയുടെ എല്ലാ പീഡകളും വിട്ടൊഴിഞ്ഞു പോകും. നമ്മിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യം പ്രതിഫലിക്കാൻ തുടങ്ങും. ഇതാണിന്ന് ലോകത്തിന് ആവശ്യം. മാത്രമല്ല 10 പ്രമാണങ്ങൾ കർത്താവ് മോശയ്ക്ക് കൊടുക്കുകയാണ്. തൻ്റെ ജനത്തിന് ആവശ്യമായ ദൈവീക വെളിപാടുകൾ, ദൈവീക ദൂതുകൾ, ഇതെല്ലാം മോശ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഉപവാസ പ്രാർത്ഥന അത് വലിയ പവറാണ്. പലരും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. നമ്മൾ പുതിയ നിയമത്തിലാണ് ജീവിക്കുന്നത്, ഇനി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന, കരുതുന്ന അനേകരുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാധാന്യം കുറയുന്നില്ല. സഭയുള്ളിടത്തോളം കാലം, കർത്താവിൻ്റെ 2ാം വരവ് വരെ ദൈവജന ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധാത്മാക്കളും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു വഴിയാണ് ദൈവമക്കളെ. ഇത് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് പരിത്യാഗമെടുത്ത് കൂടുതൽ ഉപവാസ ചൈതന്യത്തിൽ നിറയാൻ നമുക്കൊരുങ്ങാം. അതിന് പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.